ഹലോ നമസ്കാരം. രഥസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ കേൾക്കാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ 28 നൂലുകെട്ട് ചടങ്ങിന് നന്ദാവനത്തേക്ക് പോകാൻ എല്ലാവരും റെഡിയാവാണ് ഇവിടെ അനന്തപുരിയിൽ. അപ്പോൾ നമ്മുടെ ആദർശ് പേപ്പർ ഇരുന്ന് നോക്കുമ്പോഴേക്കും അങ്ങോട്ട് അബി വരികയാണ്. അബി വന്നിട്ട് ഏട്ടൻ എഴുത്തിയൊക്കെ അറിഞ്ഞതുകൊണ്ട് ഏട്ടനിപ്പോൾ ഒരു ടെൻഷനും ഇല്ല അല്ലേ എന്ന് പറയും. അപ്പോൾ പറയും എനിക്കെന്ത് ടെൻഷൻ, എനിക്കല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ലല്ലോ, ഇന്നത്തെ ദിവസം അങ്ങോട്ട് പോവും, നാളെ പിന്നെ അവർ നവ്യ ഇങ്ങോട്ട് വരും കുഞ്ഞിനെയും കൊണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ നവ്യയുടെ വീട്ടിൽ നിന്ന് അവരും വരും. അപ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ അത് പ്രശ്നമാകുന്നു പറഞ്ഞു. പ്രശ്നമായിക്കോട്ടെ, എനിക്ക് അതിനൊരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ പറയും ഏട്ടനെ ഇപ്പോൾ എഴുത്തി അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാം നിസ്സാരമായി കാണുകയാണ് അറിയുമ്പോൾ പറയും അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയും. അത് കേട്ട് അനി വരിക. അപ്പോൾ അനി പറയും ഏട്ടൻ എന്തിനാ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ, എനിക്ക് സംശയം ഇവനെയാണെന്ന് പറയും. അപ്പോൾ അബിക്കും ഇങ്ങോട്ട് ദേഷ്യം കയറും. അബി എന്നിട്ട് നിൻ്റെ മുഖം അടച്ച് ഞാനൊരു അടി തരും എന്ന് പറയുമ്പോൾ അനിയല്ലേ, അനി വിട്ടു കൊടുക്കുക. അനി പറയും നീ എൻ്റെ ഒരു മുഖത്തടിച്ചാൽ നിൻ്റെ 2 കവളത്തും ഞാൻ അടിക്കും, തിരിച്ചടിക്കുന്ന പറയും. എന്നാൽ തല്ലടാന്ന് പറയും. എന്നാൽ നീ എന്നെ തല്ല് മതിയാന്ന്, അപ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ആദർശം വെച്ച് നോക്കിയോ. അപ്പോൾ പറയും ചീത്ത അറിയണം, മിണ്ടാതിരിക്കണം, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന് വെച്ചിട്ട്. അപ്പോൾ പറയും പിന്നെ ഇതേ അവളുടെ അനഘേൻ്റെ ബന്ധുക്കാരൊക്കെ പുറത്തുണ്ട്, ചന്തുമോളുടെ. ഈ ചന്തുമോൾ ഇവിടെ ഉള്ള വിവരം ഈ നാട്ടിൽ ആർക്കും അറിയില്ല, അപ്പോൾ അത് വെറുതെ മറ്റുള്ളവരെ അറിയിക്കണമായിരിക്കും. അപ്പോൾ ഇനി പറയും നീ ഒരു കാര്യം ചെയ്യും, കാറിൻ്റെ മോള് ഈ മൈക്ക് സെറ്റ് ഫിറ്റ് ചെയ്തിട്ട് നാട് മുഴുവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് പറയും. അപ്പോൾ പറയും എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നറിയാണ്. അപ്പോൾ പറയും പിന്നെ നാളെ എന്താണ് ഞാനല്ല ഇത് പറഞ്ഞത്, എഴുത്തേനെയാണ് ഇത് പറഞ്ഞത്, ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് എഴുത്തേനെ പറഞ്ഞതല്ല, ഞാനല്ല പറഞ്ഞത്. ഒരു പക്ഷേ ഞാൻ അവരവരുടെ വീട്ടിൽ പറയില്ലായിരിക്കും, അങ്ങനെ അവരുടെ അച്ഛൻ സുഖമില്ലാതിരിക്കല്ലേ, അതുകൊണ്ട് അവിടെ പറയില്ലായിരിക്കും. എന്നാലും നാളെ അവരൊക്കെ അറിയില്ല പറയും. അപ്പോൾ പറയും അറിഞ്ഞോട്ടെ, ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇതിൻ്റെ പേരും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പൈസ മേടിച്ചു, ഇനി അത് നടക്കില്ല എന്നറിയും. അങ്ങനെ ആദർശം അറിയും. അബി അറിയും ഇനിയിപ്പോൾ എന്തെങ്കിലും വരാനുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്താണ് ആദർശനായിട്ടോ. അപ്പോൾ ആദർശം അതിനുള്ള നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. കൂടെ അനിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദർശന് അതാ സമാധാനം. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് അനി പറയും ഏട്ടൻ ചെയ്ത് വലിയ മണ്ടത്തരായി പോയി, ഏട്ടൻ ആദ്യം എന്നോട് ഇത് പറയായിരുന്നില്ല, ഇത് നമുക്ക് പൊളിച്ചെടുക്കായിരുന്നു എന്നറിയാം. അപ്പോൾ പറയും ഏട്ടാ ഇതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണോ, നീ ഒന്ന് ആലോചിച്ച് നോക്കും. പറയും ഏട്ടാ എൻ്റെ അടുത്തല്ലേ പറയുന്നത്, വേറെ ആരോടല്ലല്ലോ, അവനാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ, അവന് ഇതും കൊണ്ട് എന്തോ ലാഭമുണ്ട് എന്നൊക്കെ പറയും. എന്തായാലും അവൻ്റെ ഇനി ഒരു കളി നടക്കില്ല, കഴിഞ്ഞു, അവൻ്റെ അവസാനത്തെ കളിയാണ്. അവനാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീടിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ ആദർശനെ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ പറയും അപ്പോൾ എനിക്ക് സമാധാനമാവാണ് കേട്ടോ. അത് കേട്ടിട്ട് പിന്നെ ആദർശമായിട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ക്ഷീണിച്ചിങ്ങനെ ഇതൊക്കെ ജോക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിയുടെ കോൾ വരിക. അനിയുടെ കോൾ വരുമ്പോൾ അവൾ ഫോൺ എടുക്കുന്നുണ്ട്. വേണോ ഇങ്ങനെ നോക്കുമ്പോൾ അനി എഴുതി കാണും. അപ്പോൾ ഇത് എടുക്കണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കിനും അവരുടെ ട്രെയിനറുണ്ടല്ലോ, അയാൾ വന്നിട്ട് ഈ ഫോൺ വാങ്ങുകയാണ്. അപ്പോൾ ഏതായി അനി, എന്നെ സ്നേഹിക്കുന്ന ആളാ എന്നറിയാം. അപ്പോൾ പറയും അല്ല, അതെൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് പറയും. അപ്പോൾ പറയും നിനക്കതിനെ ഒരു ചേച്ചിയില്ലല്ലോ 2 ചേച്ചിയില്ലേ എന്നറിയും. അതിൽ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സാറിന് എങ്ങനെ എൻ്റെ വിവരങ്ങളൊക്കെ അറിയാമെന്ന് ചോദിക്കാം. അപ്പോൾ നിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്കറിയാം എന്നറിയാണ് അയാൾ. അപ്പോൾ പറയും അപ്പോൾ സാറപ്പം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പറയും നീ എന്താ അങ്ങനെ പറഞ്ഞത്, നിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇവൾക്ക് ഇങ്ങനെ സംശയം, അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിന് ആരോ ഇതാക്കിയിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്, അതാണ് എന്നറിയാം. എന്തായാലും എൻ്റെ ശത്രുക്കളാവും അല്ലെന്ന് പറയും. അപ്പോൾ പറയും എന്തായാലും നീ ഇവിടുത്തെ ട്രെയിനിങ് പീരീഡ് എന്താ കഴിയണം, നീ ഇവിടുന്ന് പോവില്ല, അങ്ങനെ പറഞ്ഞാൽ അയാൾ കുറേ ഭീഷണിപ്പെടുത്തും. അപ്പോൾ ഇവിടെ അതിന് നല്ല മറുപടിയും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയാൾ പറയും നിൻ്റെ കയ്യിലൊരു ബോളുണ്ടെന്ന് വിചാരിക്കുക, ആ ബോൾ നീ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ, അല്ലാതെ സാങ്കല്പികമായിട്ട് ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. അപ്പോൾ പറയും എനിക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ അറിയില്ല എന്ന് പറയും. അപ്പോൾ പറയും എല്ലാം മനസ്സിലാക്കണം, നിൻ്റെ ട്രെയിനിങ് ആണത്, കാരണം നാളെ സർവീസ് കയറി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ളതാണ് ഇത് ഇങ്ങനെയുള്ള ഓരോരോ പരീക്ഷണങ്ങൾ, അത് ചെയ്തേ പറ്റൂ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ അവൾക്ക് എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുക്കും. ചെല്ല് പറയും അപ്പോൾ നീ എന്താ ഇവിടെ ഇരുന്നത് ചോദിക്കുമ്പോൾ പറയും ഞാൻ ക്ഷീണിച്ചിരുന്നതാണ്, ഇതിൽ ക്ഷീണമല്ല എന്ന് പറയും. അങ്ങനെ അങ്ങനെ ബാസ്ക്കറ്റ് ബോൾ കൊണ്ടുപോകുമ്പോൾ പോയിട്ട് ഇങ്ങനെ ഇടുന്നതും ബാസ്ക്കറ്റിക്ക് ഇങ്ങനെ ഇടുന്നതും ഒക്കെ അവളിങ്ങനെ സാങ്കല്പികമായിട്ട് ചെയ്യുമ്പോൾ ഇയാൾ അതൊക്കെ വീഡിയോ എടുക്കുക. അപ്പോൾ ആ കൂടെയുള്ള കൂടെ ഉണ്ടല്ലോ ഒരു കുട്ടി സിന്ധു എന്താ പേരുള്ള, അവൾ പറയുക ഇത് അയാൾ മനഃപൂർവ്വം എന്നോട് പ്രതികാരം ചെയ്യുന്നതാണ്, ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് പറയാം. അപ്പോൾ അയാളിങ്ങനെ നോക്കി എന്താ അവിടെ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല സാർ എന്ന് പറയും. എന്നിട്ട് ഇയാൾ ഇതൊക്കെ വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് മറ്റൊക്കെ അയച്ചു കൊടുക്കണമല്ലോ.
അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അനാമിക കാണാൻ ഒക്കെ മുഖത്ത് പെയിൻ്റ് അടിക്കണു ഇരുന്നിട്ട്. കാരണം പോണില്ല ആൾ, അങ്ങോട്ട് പോണില്ല, നന്ദാവനത്തേക്ക് പോണില്ല. അപ്പോൾ ജലജിയും ജാനകിയും കൂടി അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്നിട്ട് വിളിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ മോൾ വയ്ക്കുമ്പോൾ ഞാനില്ല, എന്തായാലും അവളില്ലല്ലോ അവിടെ, പിന്നെന്താ മോൾക്ക് വന്നാലോ പറയുമ്പോൾ ആ വീട്ടുകാരെ കാണുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ മകനുണ്ട് കുറച്ച് കാട്ടിക്കുട്ടലുകൾ, അതൊന്നും കാണാൻ എനിക്ക് വയ്യ, ഞാൻ പൊട്ടിത്തെറിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. അപ്പോൾ ജലജ പറയും പിന്നെ എനിക്കറിയാം മോള് വരില്ല എന്ന് എനിക്കറിയാം എന്നറിയാം. അപ്പോൾ ജാനകി പറയും നീയല്ലേ അവളെ വിളിക്കാൻ പറഞ്ഞത്, നീ എന്തെങ്ങനെ പറയേണ്ടത് അറിയും. ഞാൻ വിളിക്കാൻ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് ജാനകി, പക്ഷേ എനിക്കറിയാം മോൾ അങ്ങോട്ട് വരില്ല, മോൾക്ക് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറയും. അപ്പോൾ പറയും മോള് വരുന്നില്ലെങ്കിൽ വേണ്ട അതറിയും. പക്ഷേ അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ മോളെന്താ പറയുമ്പോൾ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ എന്ന് പറയുമ്പോൾ മുത്തശ്ശി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. മോള് വരുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോവുകയാണ്, രണ്ടാളും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ മനസ്സിലെന്താ വെച്ചാൽ എന്നെ കാത്തിരിക്കാൻ കുറേ ആൺകുട്ടികളുണ്ടല്ലോ പുറത്ത്, ഞാൻ അവരെ കൂടെയാണ് ഒന്ന് എൻജോയ് ചെയ്യുന്നത്, എന്നെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറയാം. അവിടെ പോയി വെറുതെ വഷളാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ അതിന് പുറത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ പോയിട്ട് വേണം അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ താഴത്തേക്ക് വരും. അപ്പോൾ ആദ്യം ആദർശും നയനയും കൂടെ വരുന്നുണ്ട്. ആദർശും നയനയും കൂടെ വരുമ്പോൾ ആദർശ് മുത്തശ്ശ ഞങ്ങൾ ഇന്നലെ പോകേണ്ടതാണ്, പക്ഷേ പോകാൻ പറ്റിയില്ല, ഞാൻ ഇന്ന് അങ്ങോട്ട് പോകാൻ, ഞാൻ അതിനും കുറച്ച് നേരത്തെ ഇറങ്ങാം, പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പറയുമ്പോൾ മോനെ അത് ചെയ്യുക. അതോ ഇനിയിപ്പോൾ നന്ദുവിൻ്റെ ചന്തുമോളുടെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരം വരികയാണെങ്കിൽ അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടില്ലല്ലോ, അവിടെ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ഇവിടുന്ന് ആരെങ്കിലും വരുമ്പോൾ പറഞ്ഞാലേ ഉള്ളൂ അറിയാം. അപ്പോൾ അതിപ്പോൾ ജലജി അല്ലാണ്ട് വേറെ ആരും പറയൂല. അപ്പോൾ പറയും മോന് പൊയ്ക്കോളൂ, അങ്ങോട്ട് പൊയ്ക്കോളൂ, നേരത്തെ പോകേണ്ടതല്ലേ, സാരില്ല എന്നൊക്കെ പറയും. അങ്ങനെ അപ്പോൾ മോളെ കൂട്ടാണ്ട് പോവുകയാണ്. അപ്പോൾ മോൾക്ക് വിഷമമുണ്ട് വയ്ക്കുമ്പോൾ അപ്പോൾ അച്ഛനും അമ്മയും പോവാത്തത്, മുത്തശ്ശിയും പോവാത്തത് ചന്തുമോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പറയും വേണ്ട മോൾക്ക് ഞങ്ങളുണ്ടല്ലോ ഒന്ന് കൂട്ടിന് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവളെങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പറയും അത് സാരില്ല, നിങ്ങൾ പോയിക്കോ, മോളെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം കൊണ്ട് കേട്ടെ, ജൂൺ ആയില്ലേ, ഇപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മോളെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം എന്നൊക്കെ പറയണം അവർ. മറ്റേ ആദർശം നയനയും കൂടെ പോവുകയും ചെയ്യണം. അപ്പോൾ പോകുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് കുട്ടിയോട്, മോൾക്ക് നയനമ്മ പോയപ്പോൾ വിഷമായോ ചോദിക്കുകയാണ്. അപ്പോൾ പറയും വിഷമായി പറയും. അപ്പോൾ വിഷമിക്കണ്ട കേട്ടോ, പിന്നെ മുത്തശ്ശിയൊക്കെ ഇല്ല ഇവിടെ, മോൾ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അതിന് ചേർത്ത് അവർക്ക് ഭയങ്കര സ്നേഹം. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അനന്തപുരിയിലെ കൊച്ചുമോൻ്റെ കുട്ടിയാണല്ലോ, അപ്പോൾ അവർക്ക് അതൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞ് ആദർശും നയനയും കൂടിയും അങ്ങോട്ട് പോവുകയാണ്. നന്ദാവനത്തിൽ പോകുമ്പോൾ അവിടുന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നയന പറയണേ ആദർശമായിട്ട് ഇതുവരെ ആരും ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുകയാണെച്ചാൽ ഒന്നും പ്രതികരിക്കൊന്നും വേണ്ട, ഞാൻ വേണ്ടതുപോലെ സംസാരിക്കാം, ആദർശേട്ടൻ വിഷമിക്കാതിരുന്നാൽ മതി പറയുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, താൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ മോനെ എന്നൊക്കെ പറയും. അപ്പോഴേക്കും നവ്യം വരും. നവ്യ വന്നിട്ട് സംസാരിക്കുകയാണ്. നവ്യ വന്നിട്ട് നയനെ അങ്ങോട്ട് വിളിച്ചും കൊണ്ട് നീ ഒന്ന് വന്ന് എൻ്റെ കൂടെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് അച്ഛൻ ചോദിക്കുകയാണ്, ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പറ്റിയത്, ഇപ്പോൾ മുഖമൊക്കെ വല്ലാണ്ടുണ്ടല്ലോ, എന്താ വല്ല പ്രശ്നം, ബിസിനസ്സിൽ വല്ല പ്രശ്നം ഉണ്ട് വയ്ക്കുമ്പോൾ ബിസിനസ്സൊക്കെ വളരെ നന്നായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും പിന്നെ അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വയ്ക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ എല്ലാവർക്കും ഉള്ളത് തന്നെ, അതുപോലത്തെ ഓരോരോ പ്രശ്നങ്ങളുള്ളൂ, അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നവ്യ നയനോട് ചോദിക്കേടി എന്താടി ഈ കേൾക്കുന്നത്, ആദർശേട്ടനെ കുറിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്, നീ എന്താ ഒന്നും പറയത്തത്, നിനക്കിതിലൊന്നും ഒരു സങ്കടം ഇല്ലേ വയ്ക്കും. അപ്പോൾ പറയും ഞാനെന്ത് പറയാനാ ചേച്ചി, അല്ല ആ കുഞ്ഞ് ശരിക്കും ആദർശേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണോ എന്ന് വയ്ക്കുമ്പോൾ ഇവള് പറയാന്ന്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ പെണ്ണ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് അറിയുന്നത് നിനക്കെന്തോ ഒരു സങ്കടമില്ലാത്തത് പറയും. ഞാനെന്ത് ചെയ്യാനാ, ആദർശേട്ടൻ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു, ഞാനിപ്പോൾ കുറേ സങ്കടപ്പെട്ട് എന്താ കാര്യം ചേച്ചി വയ്ക്കും, എന്നാലും ഞാനൊക്കെ ആയി നോക്കണം എന്നൊക്കെ പറയും. ഞാനിത് വിചാരിച്ചത് ഇതുവരെ ആദർശേട്ടനെ കുറിച്ച് അങ്ങനെയല്ലല്ലോ നമ്മളൊന്നും ധരിച്ചു വെച്ചിരിക്കുന്നത്, കാരണം മൂർത്തി മുത്തശ്ശൻ്റെ തനി കോപ്പി പതിപ്പാണ് ആദർശേട്ടൻ എന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആദർശേട്ടനെ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതെന്ന് നോക്കുമ്പോൾ പറയും തെറ്റ് ആർക്കും പറ്റാലോ ചേച്ചി എന്നൊക്കെ പറയാം. എടി നീ അങ്ങനെ ഇത് സഹിക്കണം വയ്ക്കുമ്പോൾ പറയും സഹിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് എന്താ വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ അങ്ങനെ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവള് ഈ നയനയുടെ സംസാരം കേട്ടാൽ തോന്നും ശരിക്കും ആദർശ തെറ്റുകാരനാണ്. അതാണ് രസം. അവളങ്ങോട്ട് തീരുമാനിച്ച പോലെയാണ്, അങ്ങോട്ട് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയില്ലേ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അറിയും. അപ്പോഴേക്കും കനക അങ്ങോട്ട് വരും. അപ്പോൾ നയന പറയും ചേച്ചി അമ്മ വരുന്നുണ്ട് പറയും.
അപ്പോൾ എന്നിട്ട് മോളെ നീ എപ്പോഴാണ് വന്ന് മോളെ വയ്ക്കുമ്പോൾ ഞാൻ അത് വന്നതേ ഉള്ളൂ വയ്ക്കും. എന്നിട്ട് നിങ്ങൾ ചേച്ചി അനിയത്തിയും കൂടി എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, നീ എന്താ എന്നെ കാണാൻ വരാഞ്ഞത് വയ്ക്കുമ്പോൾ അപ്പോൾ നവ്യ എടുത്ത വഴിക്ക് പറയും, അമ്മേ പുറത്തൊരാളിരിക്കുന്നില്ല, അയാൾക്ക് വല്ല ചൂടുള്ള ചായ കൊടുക്കുക എന്നറിയും, അല്ലെങ്കിൽ ഇത്തിരി ജ്യൂസായാലും മതി. അപ്പോൾ നയനങ്ങനെ നോക്കുക നവ്യയുടെ മുഖത്തേക്ക്. അതിൽ പറയും ചൂടുള്ള ചായ കൊടുക്കണ്ട, അല്ലെങ്കിൽ ജ്യൂസ് കൊടുത്താൽ മതി, ഇപ്പോൾ ഉള്ളു ഭയങ്കര ചൂടായിരിക്കല്ലേ, അപ്പോൾ അതിന് ഈ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ചായ കൊടുക്കുക, ചൂടിൻ്റെ മുകളിൽ ചൂടാവട്ടെ എന്നിങ്ങനെ പരിഹാസം പോലെ നവ്യ പറയുക. നയനൊന്നും മിണ്ടണില്ല. എനിക്കിത് കേട്ടിട്ട് സങ്കടം വരുന്നുണ്ട്, പക്ഷേ നിവർത്തിയില്ലല്ലോ, അതിനൊന്നും മിണ്ടുന്നില്ല. അവിടുന്ന് പിന്നെ എന്നാൽ ഞാൻ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ വയ്ക്കുമ്പോൾ ഒന്നും വേണ്ട അമ്മയെ പറയുന്നുണ്ട് നയന. അങ്ങനെ നവ്യ കനക അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പിന്നാലെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ചേച്ചി പറഞ്ഞിട്ട് നയന അങ്ങനെ പോവുകയാണ്. നയന പോകുമ്പോൾ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നവ്യനെ നോക്കുമ്പോൾ നവ്യ കൈ കൊണ്ട് നോക്കി എന്താടി എന്നുള്ളതിലിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവിടുന്ന് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും കൂടെ വരികയാണ്, രണ്ട് കാറിലെല്ലാവരും കൂടെ വന്ന് ഇറങ്ങണു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് പറയുന്നുണ്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇതാ നിങ്ങളുടെ വളിച്ച വായ വെച്ച് ഇവിടെ ഓരോരോ ഇത് പറയാൻ നിൽക്കരുത്, മര്യാദയ്ക്ക് മിണ്ടാണ്ട് ഒതുങ്ങി നിന്നോണം, നിങ്ങൾക്ക് ഇത്തിരി സംസാരം കൂടുതലാണെന്ന് പറയും ജലജോടും ജാനകിയും കൂടെ. മര്യാദയ്ക്ക് നിന്ന് മിണ്ടാണ്ട് നിന്നോണം, ഇനി വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവിടെ വിളമ്പാൻ നിൽക്കരുത് എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങളാരും ഒന്നും പറയണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി വരുന്നത്. അപ്പോൾ പറയും മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പറയും എന്താണ് ഇവരൊക്കെ ആകെ മുഖത്തോട് മുഖം നോക്കും ഇവരുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ എന്താണ് ഇവരൊക്കെ ഇരിക്കുകയാണ്, ജയനും പിന്നെ അതേപോലെ അജയനും ദേവയും ഒക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മറ്റവരൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ പിന്നെ പറയും എന്താണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ. ആദർശ് നയനൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആദർശ് എന്നിട്ട് ആരും കാരണം ആദർശിനെ അങ്ങനെ ഒരു വില നിറം മങ്ങിയ പോലെ ആയിപ്പോയി ആദർശ് ആ കൂട്ടത്തിൽ. അതുവരെ ഇങ്ങനെ ഞെളിഞ്ഞ് നിന്ന് ആദർശ് പെട്ടെന്ന് അങ്ങോട്ട് ഡിമ്മായ പോലെ ആയിപ്പോയി ഈ കുറച്ച് എപ്പിസോഡുകളിൽ. അവൻ സ്വയം കുറ്റമായിട്ടതുപോലത്തെ ഒരു ഫീലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ആദർശ് അറിയും ഞാനിപ്പോൾ വരാനിട്ട് ആദർശ് അങ്ങോട്ട് പോകും, നയന അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് പിന്നെ പോണ സമയത്ത് കണ്ടില്ലേ എല്ലാ ഭാരങ്ങളും അവൻ്റെ തലയിലാണ്. ആ ഭാരം കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഇപ്പം എനിക്ക് 2-3 ബ്രാഞ്ച് കൊടുക്കുന്നുണ്ട്, അബിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ അതിനൊന്നും കൊടുത്തിട്ടില്ല, എന്താ എൻ്റെ മോനെ അതിനുള്ള കഴിവില്ലേ എന്നൊക്കെ എടുത്ത് ഇടും ജലജ. അപ്പോൾ അജയൻ ചീത്ത അറിയാണ്, ഇപ്പോഴല്ല അതിന് പറ്റിയ സമയം, നിങ്ങളുടെ ഈ ഇതിനെ പറ്റിയുള്ള സംസാരം ഇപ്പോഴല്ല എന്ന് പറയും. ഇപ്പോഴല്ലാണ്ട് ഞാൻ എപ്പോഴും സംസാരിക്കുക, എൻ്റെ മോനും വേണ്ട അധികാരങ്ങളൊക്കെ കൊടുക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗംഭീര വഴക്കാണ്. അത് നന്ദാവനത്തിൽ വച്ചിട്ടാണ് ഇവരുടെയൊക്കെ എല്ലാവരുടെയും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയുന്നില്ല ഇവർ. കാരണം എന്താ വെച്ചാൽ ഈ അജയൻ ചീത്തറുണ്ട്, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ അജയനും ജയനും ചീത്തറയുണ്ട്. അപ്പോൾ ആദർശിൻ്റെ കാര്യം എടുത്തിടുമ്പോൾ ദേവയാനിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആകപ്പാട് ജഗബഗയായിട്ടാണ് ഇന്ന് നന്ദാവനത്തിലെ 28 നൂലുകെട്ടിൻ്റെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രമാറ്റ് മിസ് ചെയ്യാണ്ട് കഥ കാണുക. അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഹെൽപ്പ് ചെയ്യുക പ്ലീസ്. ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കുക. ഓക്കെ, പിന്നെ കഥയാണ്, മുഴുവനായിട്ടുള്ള ഡയലോഗുകളൊന്നും നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് അവിടെ തൊട്ടിട്ടൊക്കെ തന്നെ പറയുന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ, താങ്ക് യു.